എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മൈഡിലെ തെറ്റിപ്പോവാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. മൈ ഡെയിലി ലൈഫ് സ്റ്റോറിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് 2-3 വീഡിയോ നമ്മൾ കുമ്പളങ്ങ റെസിപ്പീസ് തന്നെയായിരുന്നു ചെയ്തത്. പിന്നെ നമുക്ക് കുമ്പളങ്ങ ഒന്ന് മാറ്റി കുമ്പളങ്ങ റെസിപ്പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ റെസിപ്പി ചെയ്താണ്. എല്ലാവർക്കും നമസ്കാരം. മൈ ഡെയിലി ലൈഫ് സ്റ്റോറിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ് തയ്യാറാക്കുന്നത്. നമ്മൾ മാങ്ങ തന്നെയും അതുപോലെ ക്യാരറ്റ് തന്നെയൊക്കെ സെപ്പറേറ്റ് അച്ചാറൊക്കെ വയ്ക്കാറുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അത് മുളക് പൊടി ചേർക്കാതെ എങ്ങനെ അച്ചാറിടാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെയുള്ള ആ ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലേ ഉള്ളൂ ഞാനെടുത്ത ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ വീഡിയോ പെട്ടെന്ന് തന്നെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ക്യാരറ്റ് മാങ്ങോ അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കാനായിട്ട് 5 മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 4 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വലിയ ക്യാരറ്റാണ്. ഈ 3 ക്യാരറ്റ് വലുതാണ്, ഒരെണ്ണം ഇത്തിരി ചെറുതാണ്. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 എണ്ണം വരെ എടുക്കാം കേട്ടോ. അതുപോലെ പച്ചമുളക് ചേർത്തിട്ടാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. മുളക് പൊടി ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാനൊരു 40 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. അപ്പം സാമാന്യം നമ്മൾ അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവും പുളിയും ഒക്കെ നമുക്ക് വേണം. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. ഈ ഒരു 5 മാങ്ങയ്ക്ക് അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. അപ്പം അതിനായിട്ട് ഞാൻ 40 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. സാമാന്യം വലിയ പച്ചമുളകാണ്, അതുപോലെ തന്നെ അത്യാവശ്യം എരിവും ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ മുളക് എടുക്കുമ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഞാനൊരു 6 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊരു 50 ഗ്രാം വരും. അതുപോലെ ഒരു 50 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ. ഇത് നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ അത്യാവശ്യം കറിവേപ്പില എടുത്ത് വെക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് നമ്മുടെ അച്ചാറിന് ഉപയോഗിക്കുന്ന കായപ്പൊടി. ഇത് കായപ്പൊടിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ കായ നിങ്ങൾക്ക് പൊടിച്ചെടുത്താലും മതി. പിന്നെ നമുക്ക് ഉപ്പ് വേണം. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി വേണം കുറച്ച്. പിന്നെ കടുക് വേണം. അതുപോലെ തന്നെ വിനെഗർ വേണം. പിന്നെ നമുക്ക് നല്ലെണ്ണ വേണം. നമുക്ക് ഉലുവ വേണം. ഉലുവ നമുക്കിത് പൊടിച്ചെടുക്കണം. അച്ചാറൊക്കെ പ്രത്യേകിച്ച് നമ്മൾ വെക്കുമ്പോൾ ഇതുപോലെ നല്ലെണ്ണയ്ക്കകത്ത് വെക്കുമായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതുപോലെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഉള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് എല്ലാം നല്ല നീളത്തിൽ കട്ടി കുറച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെക്കണം. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും വലുതായിട്ടുള്ളതൊക്കെ നമ്മൾ മുറിച്ച് വെക്കണം. ഇതുപോലെ നമ്മൾ കട്ടി കുറച്ചിട്ട് അരിയണം. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും നമ്മൾ നീളത്തിലാണ് അരിയുന്നത്. എല്ലാം നമ്മൾ നീളത്തിലാണ് അരിയുന്നത്. ഇതുപോലെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് മാങ്ങയുടെ തൊലി കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഒത്തിരി നമ്മൾ മുറിച്ചങ്ങ് തൊലി കളയണ്ട. വളരെ തിന്നായിട്ട് ഇങ്ങനെ ചെത്തി കളഞ്ഞാൽ മതി. ആ പുറത്തുള്ളത് മാത്രം ഒന്ന് പോകാനായിട്ട്. ഒത്തിരി കളഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ കുഴഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ചെത്തി എടുക്കുക. ഇതുപോലെ നമുക്ക് മാങ്ങ ചെത്തി എടുക്കണം. കാരണം ബാക്കി മാങ്ങയും കൂടെ നമുക്ക് ചെത്തി എടുക്കണം. നമ്മൾ ക്യാരറ്റ് എടുക്കുമ്പോൾ ക്യാരറ്റിൻ്റെ നന്നായിട്ട് 2 ഭാഗവും മുറിച്ചതിന് ശേഷം ചിരണ്ടി കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് മാങ്ങ എങ്ങനെ അരിയുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇച്ചിരി കട്ടി കുറച്ചിട്ടാണ് അരിയേണ്ടത്. ഇതേപോലെ ഈ ദശ ഒരുപാട് വരാൻ പാടില്ല. അപ്പോൾ നമ്മളിത് 2ആയിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടി കുറയ്ക്കുക. അപ്പോൾ നമുക്കത് നന്നായിട്ട് അരിഞ്ഞിടാൻ പറ്റും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നീളത്തിൽ അരിയാം. ഞാനിത് ഇത്രയും നീളത്തിലാണ് അരിയുന്നത്. ഇങ്ങനെ അരിഞ്ഞെടുക്കുക.
അപ്പം മാങ്ങ ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞിട്ട് കഴുകിയതാണ്. അപ്പം നമുക്ക് ക്യാരറ്റ് ആ ഒരു സെയിം നീളത്തിൽ വേണം അരിയാനായിട്ട്. അപ്പം നമ്മൾ ഇതൊരു 3-4 ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നമുക്ക് നീളത്തിൽ തന്നെ അരിയണം കേട്ടോ. അതിനായിട്ട് നമുക്ക് പച്ചമുളക് വലിയ പച്ചമുളകാണെങ്കിൽ ഇങ്ങനെ 2 പീസായിട്ട് മുറിച്ചിട്ട ശേഷം നെടുവേ അങ്ങ് മുറിച്ചിടുക. അപ്പോൾ നമുക്ക് മുളക് അരിയുന്ന സമയം കൊണ്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് മാങ്ങ ഇത് രണ്ടും കൂടെ ഒന്നിച്ചിടാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു 10-15 മിനിറ്റ് വയ്ക്കണം. അച്ചാർ ഒക്കെ ആകുമ്പോൾ നമ്മളിതുപോലെ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളം പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യും, ആവശ്യത്തിന് ഉപ്പ് പിടിക്കുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒത്തിരി ഇളക്കരുത്, കാരണം ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് മുറിഞ്ഞു പോകരുത്, നീളത്തിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചോളൂ കേട്ടോ. ഞാനൊരു 50 ml ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും പകുതി മൂപ്പാകുമ്പോഴത്തേക്ക് നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് നല്ല മുരിയിച്ച് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂക്കാതെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ അഴുക്കായി പോകും. അപ്പം ഇതിൽ മൂപ്പിച്ചതിൽ വെള്ളമില്ലാതെ നമുക്ക് എടുക്കണം. പച്ചമുളക് കൂടെ ഇട്ടിട്ട് മൂപ്പിക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. നല്ലതായിട്ടൊന്ന് ഇളക്കി മഞ്ഞൾപ്പൊടി ഒന്ന് മൂപ്പിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. അപ്പോൾ എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കുക. ഉലുവ പൊടിക്കുമ്പോൾ വറുത്ത് പൊടിക്കുക. 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തീ കൂട്ടി വെക്കുക. തീ കൂട്ടി വെച്ചിട്ട് വെള്ളം കുറച്ച് നമ്മൾ വറ്റിച്ചെടുക്കണം. 1/2 കപ്പ് വിനാഗിരി ചേർക്കുക. ഞാനെടുത്ത ഈ മാങ്ങയുടെ ഒരു പുളി അനുസരിച്ചിട്ടാണ് ഇത്രയും ചേർത്ത്. നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഉപ്പിട്ട് വെച്ചിരുന്ന മാങ്ങയും ഇതുകൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേവിച്ചൊന്നും എടുക്കണ്ട. ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചെന്ന് നല്ലതായിട്ട് ഇളക്കി വറ്റിച്ചെന്ന് എടുക്കണം. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാങ്ങി വയ്ക്കാം. ഇതിപ്പോൾ ഒരുപാട് വെള്ളമില്ല കേട്ടോ, കുറച്ച് വെള്ളമേ ഉള്ളൂ. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തപ്പോൾ തന്നെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വെള്ളം വറ്റി വരികയും ചെയ്യും. നമ്മുടെ ക്യാരറ്റും മാങ്ങയൊന്നും വെന്ത് പോകത്തില്ല. നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം കറക്റ്റ് പാകത്തിലാണ്. അതിന് ശേഷമാണല്ലോ നമ്മൾ മാങ്ങയൊക്കെ ഇട്ടത്. ഇതിൻ്റെ ചൂടാറണം. ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാണ് ഈ മാങ്ങയും അതുപോലെ ഇതൊക്കെ ആ ചൂട് തട്ടി അത് വെന്ത് പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അത് ടേസ്റ്റ് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ പുളിയൊക്കെ കുറച്ച് പിടിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ക്യാരറ്റിന് ആ പുളി പിടിക്കണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. നമ്മൾ 2-3 ദിവസം വെയിറ്റ് ചെയ്ത് കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ആ ഒരു പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.